ഹേ ഗൈസ്, വെൽക്കം ടു മോട്ടോർ മിനിറ്റ്സ്. 2015 തൊട്ട് ഇന്ന് വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് EV ഇൻഡസ്ട്രീസ് ആൻഡ് പ്രൊഡക്ഷൻ്റെ ഒരു സഡൻ ഇൻക്രീസ് ആണ്. ഇതിന് കാരണമായ കുറച്ച് കാര്യങ്ങൾ പറയാവുന്നത് ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സ് ലൈക്ക് ടാക്സ് ബെനിഫിറ്റ്സ്, സബ്സിഡീസ്, പിന്നെ ബിഗ് കമ്പനീസിൻ്റെ ഇൻവോൾവ്മെൻറ്റ്സ് ഒരു ഫാക്ടറായിട്ട് പറയാം. ബിഗ് കമ്പനീസ് ഇയേഴ്സ് ആഫ്റ്റർ ഇയേഴ്സ് അവരുടെ ഫോക്കസ് കുറച്ച് കൂടുതൽ EVസിന് നൽകി. അപ്പോൾ ആളുകളുടെ ചോയ്സ് കൂടിയപ്പോൾ അവർ കൂടുതൽ അട്രാക്റ്റഡ് ആയി. അവർ EV മാർക്കറ്റിലേക്ക് വന്ന് മാർക്കറ്റിലൊരു ബൂം ഉണ്ടായി. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതൊന്നുമല്ല. ഈസ് EV എ റിയൽ കോസ്റ്റ് സേവർ? അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ഇതിനെ ഇച്ചിരി ഡെപ്ത് ആയിട്ട് അനലൈസ് ചെയ്യും. വരൂ നോക്കാം. Tesla is set to make its long-awaited entry into India. Initiated recruitments in India. Secured its first showroom space in ഒരു EV, ഒരു ICE വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ വെഹിക്കിൾ, അതിനേക്കാളും ലാഭകരമാണോ എന്നറിയണമെങ്കിൽ നമ്മൾ 3 കാര്യങ്ങൾ നോക്കണം. 1 ഇനിഷ്യൽ കോസ്റ്റ്, 2 റണ്ണിങ് കോസ്റ്റ്, 3 മെയിൻ്റനൻസ് കോസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് EVസിന്റെ ഇനിഷ്യൽ കോസ്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ജനറലി എല്ലാ EVസിനും ഹൈ അപ്ഫ്രണ്ട് പ്രൈസ് ആയിരിക്കും. ഇതിന് കാരണം ആ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു മോട്ടറിന് തന്നെ ആ വണ്ടിയുടെ 30 to 40% വരെ ചെലവ് വരും. കാരണം എക്സ്പെൻസീവ് ആയ ലിത്തിയം അയോൺ ബാറ്ററീസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ന്യൂവർ ടെക്നോളജീസ്, ഇലക്ട്രിക് കമ്പോണൻസ്, മോട്ടോഴ്സ് ഒക്കെ പ്രൈസ് കൂട്ടാൻ ഫാക്ടേഴ്സ് ആകുന്നുണ്ട്. ഏറ്റവും മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിന്റെ പാർട്സിന്റെ ഇമ്പോർട്ടിംഗ് ആണ്. As its production compared to fuel engine car is low, many of the parts EVസിന്റെ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പം ഈ ഇമ്പോർട്ടിങ്ങിൽ തന്നെ കറൻസി ഫ്ലക്ച്വേഷൻ, ഇമ്പോർട്ട് ഡ്യൂട്ടി, കസ്റ്റം ഡ്യൂട്ടി എല്ലാം പ്രൈസ് കൂട്ടുന്നുണ്ട്. ടോട്ടലി നോക്കുവാണെങ്കിൽ EV R&Ds ആർ നോട്ട് കംപ്ലീറ്റ്ലി ഇൻവെസ്റ്റഡ്. കാരണം ഫ്യൂൽ എഞ്ചിൻ കാർസ് ഡെക്കേഡ്സ് മുമ്പേ ഇവിടെ വന്നു. അവരുടെ R&D ഭയങ്കര ഡെവലപ്ഡ് ആണ്. EV എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ ഡെവലപ്ഡ് ആയത്. അപ്പോൾ R&D ഡെവലപ്മെന്റ് കുറവുണ്ട്. പിന്നെ സ്റ്റേറ്റ് ടാക്സ്, റോഡ് ടാക്സ്, GST ഇങ്ങനെയൊക്കെ വരുവാണെങ്കിൽ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇതിന് 100% എക്സെപ്ഷൻ ആണ്. ടാക്സ് 0 ആണ്. പിന്നെ ഗവൺമെന്റ് തരുന്ന പുറത്ത് വേറെ ഇൻസെന്റീവ്സും ഉണ്ട്. ഓക്കെ, അതായിരുന്നു EVസിന്റെ ഇനിഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് EVസിന്റെ റണ്ണിങ് കോസ്റ്റിലേക്ക് വരാം. ഒരു ടിപ്പിക്കൽ EVയുടെ പെർ കിലോമീറ്റർ കോസ്റ്റ് എന്ന് പറയുന്നത് 1.5 രൂപി to 2 രൂപി വരെയാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ. ഞാൻ ഒരു ആവറേജ് വാല്യൂ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ചാർജിങ് കോസ്റ്റിലേക്ക് വന്നാൽ ഹോം ചാർജിങ് സെറ്റപ്പ് ഈസ് ലെസ് കോസ്റ്റ്ലിയർ ദാൻ പബ്ലിക് ചാർജിങ് ആൻഡ് പബ്ലിക് ചാർജിങ് ഈസ് ലെസ് കോസ്റ്റ്ലിയർ ദാൻ പബ്ലിക് ഫാസ്റ്റ് ചാർജിങ്. ഈ ഹോം ചാർജിങ് സെറ്റപ്പ് വീട്ടിലുണ്ടാക്കണമെങ്കിൽ അതിനകത്ത് കുറച്ച് കാശ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അസ്യൂം ഒരു മാസം 1000 കിലോമീറ്റർ വരെ നിങ്ങൾ ഓടിക്കുന്നു. ഒരു EV ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 2 രൂപ 1 കിലോമീറ്റർ. അറ്റ് ദ സെയിം ടൈം ഒരു പെട്രോൾ വണ്ടിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 8 രൂപ പെർ കിലോമീറ്റർ. പെട്രോൾ വണ്ടിയുടെ കാര്യത്തിലേക്ക് ഞാൻ പിന്നെ വരുന്നതായിരിക്കും. ഞാനിവിടെ എക്സാമ്പിൾ ആണ്. 8 രൂപയാണ് ഒരു പെട്രോൾ വണ്ടിയുടെ പെർ കിലോമീറ്റർ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു 1000 കിലോമീറ്റർ ഓടിച്ചു കഴിയുമ്പോൾ EV ആണെങ്കിൽ 2000 രൂപ, പെട്രോൾ ആണെങ്കിൽ 8000 രൂപ. ഇവിടെ തന്നെ ഫ്യൂവൽ അടിക്കാതെ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 6000 റുപ്പീസ് ആണ്. ഈ 6000 റുപ്പീസിനെ ഇച്ചിരി ലോങ് ടേം ആയിട്ട് കാണുന്നു നോക്കുക. അതായത് 8-10 വർഷത്തേക്ക് ഒന്ന് കാണുമ്പോൾ നിങ്ങൾ ആ 8-10 വർഷം ലോങ് ടേം ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3 to 6 lakh. അതിന് കൂടുതലോ വരാം, കുറവോ വരാം. ഇറ്റ് അൾട്ടിമേറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഡ്രൈവിംഗ് സ്റ്റൈൽ. ഓക്കെ, ഇത്രയും നേരവും നമ്മൾ ഉണ്ടാക്കിയ പ്രോഫിറ്റുകളെല്ലാം കളഞ്ഞു മുടിക്കുന്ന ഒരു സംഗതിയാണ് ഇനിയും വരുന്നത്. അത് ബാറ്ററി ലൈഫ് ആൻഡ് റീപ്ലേസ്മെന്റ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഒരു ബാറ്ററിക്ക് ആ വണ്ടിയുടെ 30 to 40% വരെ ചെലവ് വരും. അതായത് അപ്പം ആ ബാറ്ററിയുടെ ആവറേജ് ലൈഫ് എന്ന് പറയുന്നത് 8 to 10 years ആണ്. അപ്പം നിങ്ങൾ ഈ ലോങ് ടേം ആയിട്ട് ഉണ്ടാക്കിയ പ്രോഫിറ്റ് മൊത്തം ഇതിൽ തന്നെ തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യും, ചിലപ്പം അതിൽ കൂടുതലും. ബട്ട് സ്പെക്കുലേഷൻസ് അനുസരിച്ച് ബാറ്ററിയുടെ കോസ്റ്റ് വരും വർഷങ്ങളിൽ കുറയുമെന്നാണ് പറയുന്നത്. കാരണം വർഷങ്ങൾ കഴിയുന്നതനുസരിച്ച് EVസിന്റെ പ്രൊഡക്ഷനും EV പാർട്സിന്റെ അവൈലബിലിറ്റിയും കൂട്ടും എന്നാണ് കമ്പനികൾ അവകാശപ്പെടുന്നത്. അപ്പം അവൈലബിലിറ്റി കൂടുന്നതനുസരിച്ച് പ്രൈസസ് ലോ ആകും. പിന്നെ ബാക്കി മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ചീപ്പാണ്. കാരണം മൂവിംഗ് പാർട്സിന്റെ എണ്ണം കുറവാണ്. ഓയിൽ ചേഞ്ച്, അങ്ങനത്തെ കൂളന്റ് ചേഞ്ച്, അങ്ങനത്തെ ഒന്നും വേണ്ട. ഇതാണ് EVസിന്റെ റണ്ണിങ് കോസ്റ്റ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ്. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കോസ്റ്റ് സേവിംഗ് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഇനി വരുന്ന നാളുകളിൽ പെട്ടെന്ന് ഫ്യൂവലിന്റെ വില കുറഞ്ഞാൽ നിങ്ങൾ തിരിച്ച് ഒരു ഫ്യൂവൽ എഞ്ചിൻ കാറിലേക്ക് ഷിഫ്റ്റ് ആകുമോ? പ്ലീസ് ഇത് ദയവായി കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമ്മൾ ICE വെഹിക്കിളിന്റെ കോസ്റ്റ് ഡീറ്റെയിൽസിലേക്ക് പോവാണ്. ആദ്യം നമ്മൾ മറ്റേ ചെയ്തതുപോലെ ഇനിഷ്യൽ കോസ്റ്റ് ആണ് നോക്കുന്നത്. ജനറലി എല്ലാ ICE വെഹിക്കിളിനും ലോ ഇനിഷ്യൽ കോസ്റ്റ് ആയിരിക്കും. ഇതിന് കാരണം
ICEയുടെ R&Ds, അതാണ് മെയിൻ റീസൺ. R&Ds ആർ കംപ്ലീറ്റ്ലി ഇൻവെസ്റ്റഡ്. പിന്നെ മാസ് പ്രൊഡക്ഷൻ, പിന്നെ ഇതിന്റെ ഇമ്പോർട്ട് റേറ്റ്സും വളരെ കുറവാണ്. ഈ ലോ ഇനിഷ്യൽ കോസ്റ്റ് മാറ്റി നിർത്തിയാൽ ഈ ICE വെഹിക്കിൾ EV ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹൈ ടാക്സ് ആണ് ഇതിന് വരുന്നത്. അതായത് 28% പ്ലസ് സെസ്, പിന്നെ 10% റോഡ് ടാക്സ് എന്നാണ് ഇതിന്റെ കണക്ക്. ഇത് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, ഞാൻ ഒരു റിസർച്ചിൽ കണ്ടുപിടിച്ചാണ്, അതാണ് അതിന്റെ കണക്ക്. പിന്നെ വരുന്നത് സ്മോൾ ആഡ് ഓൺ കോസ്റ്റ് ആണ്. പിന്നെ ഇനി ഇതിന്റെ റണ്ണിംഗ് കോസ്റ്റിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല, കാരണം EVയുടെ റണ്ണിംഗ് കോസ്റ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ ഇതിന്റെ റണ്ണിംഗ് കോസ്റ്റ് കൂടി ഡിസ്കസ് ചെയ്താണ്. അതിന്റെ കൂടുതൽ അഡീഷണൽ ആയിട്ട് വേറെ ഒന്നും പറയാനില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ICEയുടെ ഇച്ചിരി ഡീപ്പ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു മെയിൻ റീസൺ ആണ്. അതാണ് ICE റെഗുലർ മെയിന്റനൻസ്. ഒരു ICE വെഹിക്കിളിന് ഫ്രീക്വന്റ് മെയിന്റനൻസ് ആവശ്യമാണ്. എവറി 10,000 കിലോമീറ്റേഴ്സിനും ഇതിന് ഓയിൽ ചേഞ്ച് വേണം. അതിന് തന്നെ ഏകദേശം 1,000-2,000 രൂപയൊക്കെ ആവും. പിന്നെ ഇതിന് സർവീസിങ് എന്ന് പറഞ്ഞാൽ കമ്പനി കൊണ്ടുപോയി ഇന്ന കിലോമീറ്ററിൽ കൊണ്ടുപോയി സർവീസ് ചെയ്യണം. അതായത് ഓരോ കിലോമീറ്റർ കഴിയുന്നതനുസരിച്ച് ഇതിന്റെ പണി കൂടി ഇതിന്റെ സർവീസ് കോസ്റ്റും വരും. അതായത് എല്ലാ ഇതും കൂടെ കൂട്ടി, അതായത് ഇതിന്റെ ഇൻഷുറൻസ്, മെയിന്റനൻസ്, ഫ്യൂവല്, PUC ആൻഡ് മൈനർ, പിന്നെ അതർ റിപ്പയർസ് ആൻഡ് ചേഞ്ചസ്, ഇതിന്റെ എല്ലാം കൂടെ കൂട്ടി ഏകദേശം ഒരു ICE വെഹിക്കിളിന് പെർ 5 ഇയേഴ്സിൽ ഉണ്ടാകുന്ന ചെലവ് എന്ന് പറയുന്നത് 4 തൊട്ട് 6 ലക്ഷം വരെ വരും. പിന്നെ ഈ ലോങ് ടേമിന്റെ കൂടെ ക്ലച്ച്, ബ്രേക്ക് പാഡ്, ഗിയർ ബോക്സ്, ഇതിന്റെ എല്ലാം ചേഞ്ചസ് ആവശ്യമാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞതെല്ലാം നമ്മുടെ ഡ്രൈവിംഗിൽ നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്യും. കാരണം നമ്മൾ റാഷ് ആയിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ലൈഫ് ക്രമേണ കുറയും. നമ്മൾ ഒരു സ്മൂത്ത് ആയിട്ട്, അതായത് വണ്ടിയെ കൺവീനിയന്റ് ആയിട്ട് യൂസ് ചെയ്ത് അതിനെ വേണ്ടതുപോലെ സൂക്ഷിക്കുവാണെങ്കിൽ വണ്ടിയുടെ ലൈഫ് അതിനനുസരിച്ച് കൂടുകയും ചെയ്യും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ റീസെയിൽ നെറ്റ്വർക്ക്. ICE വെഹിക്കിളിന് ഒരു വെൽ ഡെവലപ്ഡ് റീസെയിൽ നെറ്റ്വർക്ക് ഉണ്ട്. ഓക്കെ, അതാണ് ഇതിന്റെ കോസ്റ്റ് സ്റ്റാറ്റസ്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ഈ ഏതൊക്കെ മേഖലകളിലാണ് EVയും ഏതൊക്കെ കാര്യങ്ങളിലാണ് ICEയും ബെസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. റണ്ണിംഗ് കോസ്റ്റ്, മെയിന്റനൻസ് കോസ്റ്റ്, എൻവയോൺമെന്റ്, പിന്നെ ഇൻസ്റ്റന്റ് ടോർക്ക് ഒക്കെയാണ് നിങ്ങൾ ആവശ്യമെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ ഡെയിലി ഡ്രൈവിംഗ്, ഇതൊക്കെയാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ EV, ഗോ ഫോർ ആൻ EV. പിന്നെ ഇനിഷ്യൽ കോസ്റ്റ്, പിന്നെ കൺവീനിയൻസ്, ലോങ് ട്രാവലിംഗ്, റീസെയിൽ നെറ്റ്വർക്ക്, ഇതൊക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഗോ ഫോർ അൻ ICE. ജനറലി ഒരു ഇൻഫ്രാസ്ട്രക്ചറലി ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് തന്നെയല്ല, ഇന്ത്യ രാജ്യം തന്നെ ഇൻഫ്രാസ്ട്രക്ചറലി ഈ EVയുടെ ചാർജിങ് സ്റ്റേഷൻസിലൊക്കെ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതേ ഉള്ളൂ. അപ്പം ഇത്രയും ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ തന്നെ ഈ EVസിനെ ഇത്രയും പ്രൊമോട്ട് ചെയ്യണമോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്നാണ് എന്റെ ഉചിതമായ ഉത്തരം. കാരണം മിനിമം ഇപ്പോ ചാർജിങ് സ്റ്റേഷൻസ്, പെട്രോൾ പമ്പ് ഉള്ളതുപോലെ അത്രയും നമ്പേഴ്സിലെങ്കിലും ചാർജിങ് സ്റ്റേഷൻസിന്റെ ആവശ്യമാണ്. കാരണം ഇപ്പം EVയില് ഇന്ത്യൻ മാർക്കറ്റിൽ EVസിന് ഒരു വലിയ ബൂം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതിന്റെ വിൽപ്പനയിലും കൂടി. അപ്പം നമ്മൾ മേടിച്ചിട്ട് പിന്നെ ചാർജിങ് സ്റ്റേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ കാര്യമില്ല. പിന്നെ EVയുടെ റീസെയിൽ നെറ്റ്വർക്ക് ഒക്കെ സ്ലോലി ബിൽഡിംഗ് ആണ്. പക്ഷെ ഇതിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഇതിന്റെ റീസെയിൽ നെറ്റ്വർക്കും കുറച്ചുകൂടെ പ്രോമിസിങ് ആവും, കുറച്ചുകൂടെ ട്രസ്റ്റിംഗ് ആവും. ഓക്കെ, നമ്മൾ ഇനി നമ്മുടെ വീഡിയോയുടെ അവസാന ഭാഗത്തിലേക്ക് എത്തുകയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: EV വേണോ അതോ ഫ്യൂവൽ എഞ്ചിൻ കാർ വേണോ? ജനറലി എന്നോട് ഇങ്ങനെ ചോദിച്ചാൽ എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ പറയും ഇത് രണ്ടും വേണ്ട. ഞാൻ പറയും, എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ, എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഇത് രണ്ടും വേണ്ട. ഞാൻ പറയും ഇതിന്റെ രണ്ടിന്റെയും നടുക്കുള്ള ഓർമ്മത്തിൽ പിടിക്കാൻ. അതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി EVയും അല്ല, കംപ്ലീറ്റ്ലി ഫ്യൂവലും അല്ല, ഇതിന്റെ രണ്ടിന്റെയും ബിറ്റ്വീനിലുള്ള, അതായത് ഞാൻ പറഞ്ഞ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാണ്, ഒരു ഹൈബ്രിഡ്. ഒരു ഹൈബ്രിഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വണ്ടി റീചാർജ് ചെയ്ത് സമയം കളയണ്ട, പെട്രോൾ അടിച്ച് കാശും കളയണ്ട. റീചാർജ് ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഹൈബ്രിഡിൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പം വണ്ടി ഓടുന്നതനുസരിച്ച് ഇതിന്റെ ബാറ്ററി തന്നെ ചാർജ് ആകുന്നതായിരിക്കും. നമ്മൾ ചാർജിങ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് കുത്തിയിട്ട് ചാർജ് ഒന്നും ചെയ്യണ്ട. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു EVയിലും ഒരു ICEയിലും കിട്ടുന്നതിന്റെ ഇരട്ടി വരെ ഇതിന്റെ ഒരു ഹൈബ്രിഡിൽ മൈലേജ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെട്രോൾ അടിച്ച് കാശും കളയണ്ട. ഈ ഹൈബ്രിഡ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. അതൊന്ന് സ്ട്രോങ് ഹൈബ്രിഡ് വരും, ഒന്ന് മൈൽഡ് ഹൈബ്രിഡ് വരും.
ഇതിനെപ്പറ്റി ചർച്ച ചെയ്യണമെങ്കിൽ ഒരു കംപ്ലീറ്റ് വീഡിയോ തന്നെ വേണം. ഈ വീഡിയോയ്ക്ക് 1K സബ്സ്ക്രൈബേഴ്സ് 1K ലൈക്സും കിട്ടിയാൽ ഞാൻ നിങ്ങൾക്ക് ഏത് ഹൈബ്രിഡിൽ പോകണം, ഏത് കമ്പനിയുടെ ഹൈബ്രിഡ് എടുക്കണം എന്നുള്ള ഒരു കംപ്ലീറ്റ് ഗൈഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ റോൺ ജെയ്സ് സൈനിങ് ഓഫ്.